കോഴിക്കോട് ബാലുശ്ശേരിയിൽ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ 20 പവൻ കവർച്ച ചെയ്യപ്പെട്ട സംഭവത്തിൽ ക്ഷേത്രത്തിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദിനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്ത് പോലീസ്. കാണാതായ 20 പവൻ എവിടെയെന്ന ചോദ്യത്തിന് മുന്നിൽ കൈമലർത്തുകയാണ് മലബാർ ദേവസ്വം ബോർഡ്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പറയൂ. ഈ ബാലുശ്ശേരിയിലുള്ള ഈ കോട്ട ക്ഷേത്രത്തിൽ രോഹിണി, ഈ ബാലുശ്ശേരിയിലുള്ള ഈ കോട്ട പരദേവതാ ക്ഷേത്രത്തിൽ നിന്ന് 20 പവനോളം സ്വർണം കാണാതെ പോയിട്ടുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമായിരുന്നു പുറത്തു വന്നത്. ഈ സ്വർണം തിരുമറി നടത്തിയതിന് പിന്നിൽ ക്ഷേത്രത്തിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള വിനോദനാണെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. വലിയ പ്രതിഷേധം ഭക്തർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ മലബാർ ദേവസ്വം ബോർഡ് തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് വിനോദിനോട് ഈ ക്ഷേത്രത്തിലേക്ക് എത്താനും ഈ കാണാതായിട്ടുള്ള 20 പവനോളം തിരിച്ചേൽപ്പിക്കാനും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് കൃത്യമായി വിനോദ് എത്തുമെന്നൊരു വാഗ്ദാനം കൂടി മലബാർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഈ ഭക്തർക്കും അതുപോലെ ക്ഷേത്രത്തിലെ അംഗങ്ങൾക്കും ഒക്കെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ ആ ഉറപ്പ് പാഴായി പോവുകയാണ് ചെയ്തത്. ഈ വിനോദൻ അന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നില്ല. അതിനുശേഷം പിന്നെ ഭക്തരുടെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ നിരാഹാര സമരം, ഏകദിന സത്യാഗ്രഹ സമരം അടക്കമുള്ള കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നടന്നിരുന്നു. അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ പോലീസ് ഈ വഞ്ചനാ കുറ്റത്തിന് വിനോദിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നതാണ്. കേസെടുത്ത് കൃത്യമായ അന്വേഷണം നടത്തും എന്നാണ് ഈ ബാലുശ്ശേരി പോലീസ് പറയുന്നത്. പക്ഷെ ആ അന്വേഷണം ഇതുവരെ ഈ സമയമായിട്ട് പോലും വിനോദൻ എവിടെയാണുള്ളത്, അയാളെക്കുറിച്ച് ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇതിൽ കൃത്യമായി തന്നെ ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുള്ള വീഴ്ചയുടെ ഫലം കൊണ്ട് മാത്രമാണ് 20 പവൻ നഷ്ടമായിരിക്കുന്നത്. 2016 ഈ കോട്ട ക്ഷേത്രത്തിലേക്ക് വിനോദൻ എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതല ഏറ്റുകൊണ്ട് വരുന്നത്. അതിനുശേഷം തുടർച്ചയായി 8 വർഷത്തോളം ക്ഷേത്രത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായി നിലനിന്നു. അപ്പോൾ പിന്നീട് ആ ക്ഷേത്രത്തിൽ നിന്ന് മാറി മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോയി. അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് മറ്റൊരു എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നു. പക്ഷേ ക്ഷേത്രത്തിൽ എത്രത്തോളം ഭക്തർ നൽകിയിരിക്കുന്ന കാണിക്ക അടക്കമുള്ള കാര്യങ്ങളിലുള്ള കൃത്യമായ ഒരു വിവരം ഈ വിനോദൻ എന്ന് പറയുന്ന ആൾ പുതിയതായി ചുമതലയേറ്റ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറിയിരുന്നില്ല. അതിനുശേഷം ആ എക്സിക്യൂട്ടീവ് ഓഫീസറും ആ ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് മാറി. പിന്നീട് വീണ്ടും ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നു. ഇയാളും ഇത്തരത്തിൽ തനിക്ക് ക്ഷേത്രത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരവും ഒന്നും തന്നെ തന്റെ കൈവശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ദേവസ്വം ബോർഡിനോട് ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് പിന്നീടാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതും. ഇങ്ങനെ നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് ഏറ്റവും ഒടുവിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ക്ഷേത്രത്തിലെ 20 പവനോളം കവർച്ച ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. എന്തായാലും കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ശരി അനഘ, എന്തായാലും കോഴിക്കോട് ബാലുശ്ശേരിയിൽ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ 20 പവൻ കവർച്ച ചെയ്യപ്പെട്ട സംഭവത്തിൽ ക്ഷേത്രത്തിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദിനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ് എടുത്തിട്ടുണ്ട് പോലീസ്. പക്ഷേ ഈ കാണാതായ 20 പവൻ എവിടെ എന്ന ചോദ്യത്തിന് മുന്നിൽ ഇപ്പോഴും കൈമലർത്തുകയാണ് മലബാർ ദേവസ്വം ബോർഡ് എന്നുള്ളതാണ്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.